ഉമാമഹേശ്വരി ചരിത്രത്തിലെ പാർവതിയായി എത്തിയപ്പോൾ ഭക്തഭാവമായിരുന്നുവെങ്കിൽ പിന്നീട് ശിവതാണ്ഡവത്തിലെ വീരഭാവമായി അത് മാറി. പതിവ് മോഹിനിയാട്ട ശൈലിയിലെ ലാസ്യഭാവത്തിലുപരി വീരഭാവമായിരുന്നു മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ മീരാ നായർ അവതരിപ്പിച്ച മോഹിനിയാട്ടത്തിൽ. പിഴയ്ക്കാത്ത ചുവടുകളും വ്യക്തതയാർന്ന മുദ്രകളും ശുദ്ധനൃത്തത്തിന്റെ ആനന്ദഭാവങ്ങളും ഇഴചേർന്നതായിരുന്നു മീരയുടെ പ്രകടനം. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി ഉമാ തപസ്യാനന്ദയുടെ കീഴിൽ നൃത്തം അഭ്യസിക്കുന്ന മീര ഇതിനകം നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ ഡാൻസ് പഠിച്ച ആളാണ്. ഒരുപാട് സ്റ്റേജസിലൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഞാൻ ശരിക്കും ഡാൻസ് പഠിച്ചത്. ടീച്ചറിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും വളരെ സൂപ്പർഫിഷ്യൽ റിലേഷൻഷിപ്പായിരുന്നു ഡാൻസുമായിട്ട് മുൻപേ. പക്ഷേ ഇപ്പോൾ വളരെ ഇൻഡെപ്തായിട്ട് ഇതൊരു ഒരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ടീച്ചറിന് തന്നെയാണ്. ശിഷ്യയെക്കുറിച്ച് പറയുമ്പോൾ നൃത്താധ്യാപികയ്ക്കും 100 നാവ്. ശിഷ്യ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് നോർമലി നമ്മളൊരു ഫസ്റ്റ് സ്റ്റേജിൽ മോഹിനിയാട്ടം വിസ്തരിച്ച് പഠിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഒരിക്കലും ഒരു സോളോ ഒരാൾക്ക് കൊടുക്കില്ല. ഇവിടെ ഒരു 20 മിനിറ്റ്സ് ലോങ് അതിന് മുകളിൽ തന്നെ പോകുന്ന നല്ല നീളമുള്ളൊരു കഥയാണ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മഹേശ്വരി ചരിത്രം കുറച്ച് നല്ല ഡെപ്തുള്ള കഥയാണ്. അപ്പോൾ ശിവൻ്റെ താണ്ഡവം കണ്ടുവരുന്ന നർത്തകിയും അത് കഴിഞ്ഞ് താണ്ഡവം ആടുന്ന ശിവനുമായിട്ട് പാത്രം മാറണം. കഥാപാത്രങ്ങൾ 2 കഥാപാത്രങ്ങൾ സൈമൾട്ടേനിയസ് ആയിട്ട് മാറേണ്ട ഒരു ആവശ്യമുള്ള നല്ല വീരം രസം ആവശ്യമുള്ള ഒരു സംഭവം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി സ്റ്റേജിൽ നമുക്ക് കാണാം. ശുദ്ധ നടനത്തിന്റെ താളലയ ചലനങ്ങളിലൂടെ മീരാ നായർ ആസ്വാദകർക്ക് മോഹിനിയാട്ടത്തിലൂടെ പകർന്നു നൽകിയത് നവ്യാനുഭവം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.